ഈ സിനിമ ഞങ്ങൾ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻ ലൈറ്റിലാണ്, ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് പിന്നിലൊരു മോഷണ കഥയുണ്ട്. ഈ ഒരാഴ്ച നീണ്ടു നിന്ന ഞങ്ങളുടെ അങ്കമാലി ടു ഗോകർണ യാത്ര, ഗോകർണ എത്തി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഞങ്ങളുടെ കാറിൻ്റെ ചില്ലൊക്കെ പൊട്ടിച്ച് ഞങ്ങളുടെ മെയിൻ ലൈറ്റ് കിറ്റും സൗണ്ട് റെക്കോർഡറും ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. വിഷുവിൻ്റെ അന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ വർക്കലയൊക്കെ പോലെ ഒരു ക്ലിഫ് പോലെയാണ്, മുകളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്, താഴെയാണ് ബീച്ചിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ ഞങ്ങളെല്ലാം ഷൂട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അജീഷിനോട് ഞാൻ പറയുന്നു, അജീഷ് നീ പോയി ലൈറ്റും സൗണ്ട് റെക്കോർഡും എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ തലേദിവസം രാത്രിയാണ് ഗോകർണ എത്തണത്. അപ്പോൾ മെയിനായിട്ടുള്ള അത്രയും ടയറിങ് ജേർണി ആയതുകൊണ്ട് മെയിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തു. ലൈറ്റും സൗണ്ട് റെക്കോർഡറും പിന്നെ കുറച്ച് പേപ്പറും പിന്നെ അതുപോലെ കളർ പേപ്പേഴ്സും അതുപോലെ റിഫ്ലക്റ്റേഴ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ വെച്ചു. എല്ലാം ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരുടെ ലഗേജസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതെല്ലാം കൊണ്ട് ക്ലിഫ് ഇറങ്ങി വരണം രാത്രി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ വെച്ചിരുന്നു. പക്ഷേ അജീഷ് രാവിലെ ചെന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ വണ്ടിയുടെ ചില്ല് പൊട്ടിച്ച് നമ്മുടെ ലൈറ്റും സൗണ്ട് റെക്കോർഡറൊക്കെ ആരോ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അജീഷ് ഇത് ചുമ്മാ തമാശ കളിക്കില്ല, നീ സാധനം എടുത്തിട്ട് പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അജീഷോടെ സീരിയസ് ആയിട്ട് പറഞ്ഞ ആൾ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം നമ്മുടെ വണ്ടിയുടെ ചില്ല് മറ്റേ ഡോർ അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില്ല് കല്ല് വെച്ച് പൊട്ടിച്ചിട്ട് ഉള്ളിൽ നിന്ന് ഡോറ് തുറന്ന് ഈ ലൈറ്റ് കിറ്റ് ഫുള്ള്, അതുപോലെ സൂം H6 എന്ന് പറഞ്ഞ റെക്കോർഡറും ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആരാ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലവും. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ അന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഇങ്ങനെ പോലീസിനെ അപ്രോച്ച് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ സമയവും അതിൻ്റെ പാരലി എക്സ്പെൻസ് വേറെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ റെൻ്റ് എടുത്ത ക്യാമറ ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എത്രയെങ്കിലും ഒരു പെർസെൻറ്റേജ് ഓഫ് ചാർജ് അടയ്ക്കണമെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ഇപ്പോൾ അതിനൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഷൂട്ട് അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ആൻഡ് നമ്മൾ എത്തിയ ദിവസം നമ്മൾ ഷൂട്ട് തുടങ്ങിയില്ല. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വി സ്റ്റാർട്ടഡ് ഷൂട്ടിങ്.